അപ്പോൾ കഴിഞ്ഞ ദിവസം ബ ബ ബ അതായത് ഭയം ഭക്തി ബഹുമാനം ആ ഒരു പടത്തിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപിന്റെ കുറേ നാൾക്ക് ശേഷം കുറച്ച് ഹൈപ്പ് ഉള്ളൊരു പടം വരുന്നത് ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാംലീലയ്ക്ക് ശേഷം ഇതാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഇറങ്ങിയ ടീസർ പോലും ഫാൻസ് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ടീസറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു പടത്തിന്റെ മെയിൻ അട്രാക്റ്റീവ് സംഭവം എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ആണ്. ദിലീപ്, ധ്യാൻ, വിനീത് ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ ലാലേട്ടനുണ്ട് എന്നാണ് കേൾക്കുന്നത്. ലാലേട്ടൻ എന്ന ഫാക്ടറും ഹൈപ്പ് വരാനുള്ള കാരണമാണ്. ഒരിടക്ക് ഇതിന്റെ സ്റ്റോറി ട്രെൻഡിങ് ആവുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം. ഇതൊരു ടൈം ട്രാവൽ പടമാണെന്നൊക്കെ പറഞ്ഞാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്. ബട്ട് അവിടെയും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഒരു ടൈം ട്രാവൽ മിഷൻ കിട്ടിയാൽ ഉള്ളൊരു കാര്യങ്ങളാണ്. ഈ ഒരു പടത്തിൽ പുള്ളിക്കാരൊരു മെക്കാനിക്ക് തന്നെയാണ്. അത് ടീസർ കാണുമ്പോൾ നമുക്ക് തോന്നും. ശരിക്കും ആ ഒരു സ്റ്റോറി നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ടീസറിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആകാനുള്ള ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ബട്ട് ഒരു റിവെഞ്ച് ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ദിലീപിന്റെ ക്യാരക്ടർ പോലീസിനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പൊളിറ്റീഷ്യൻസിനെ ഇട്ട് വട്ട് പിടിപ്പിക്കുന്ന ആളെ പിടിക്കാൻ പോലീസിനെ ആയിരിക്കുമല്ലോ ഏൽപ്പിക്കുന്നത്. പോലീസുകാർക്കൊന്നും സാധിക്കാതെ വരുമ്പോൾ ആയിരിക്കും വിനീതിന്റെ എൻട്രി. ബട്ട് പുള്ളിക്കാരന്റെ ക്യാരക്ടർ ഒരു പോലീസ് ഒന്നുമല്ല. എന്തായാലും ദിലീപിന്റെ ക്യാരക്ടറെ പിടിക്കാൻ തന്നെയാണ് വിനീതിന്റെ വരവ്. അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സീനിലായിട്ട് ദിലീപിന്റെ കുറേ പിക്സ് ഒക്കെ വെച്ച് അതിന്റെ ഫ്രണ്ടിലായിട്ട് വിനീത് നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് പോലീസുകാരുടെ ഒരു സ്ഥിരം ശൈലിയാണ് അങ്ങനെ. ബട്ട് ഇത് പോലീസ് അല്ല എന്നേ ഉള്ളൂ. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. പിന്നെ വേറൊരു സീനിലായിട്ട് ഫോട്ടോസൊക്കെ കത്തി നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ദിലീപിന്റെ ഫോട്ടോ മേ ബി ആ ഒരു പോലീസുകാരെ ഇട്ട് വട്ട് പിടിപ്പിക്കുന്ന പോലെ വിനീതിനെ ഇട്ട് വട്ട് പിടിപ്പിച്ച് കാണും. വിനീതിന്റെ ക്യാരക്ടറിനും ഒരു വലിയ തലവേദനയായിട്ട് മാറിക്കാണ് ഈ ഒരു ക്യാരക്ടർ. പിന്നെ ഇവർ തമ്മിൽ നടക്കുന്ന ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ തന്നെയാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ വിനീതിന്റെ ക്യാരക്ടർ ഒരുപക്ഷെ പേഴ്സണലായിട്ട് എടുത്തും കാണും. എങ്ങനെയും ഇവനെ പിടിക്കണമെന്ന് വിചാരിച്ച് അത്ര ഒരു ഹെയ്റ്റ് വരുമ്പോൾ ആയിരിക്കുമല്ലോ ഇങ്ങനെ കത്തിക്കുന്നതൊക്കെ. പിന്നെ ബൈജു, ആക്ടർ ബൈജുവിൻ്റെ ഒരു ക്യാരക്ടറിനകത്തുണ്ട്. പുള്ളി ഒരു പൊളിറ്റീഷ്യനായിട്ടാണ്. ഒരു സീനിലായിട്ട് പുള്ളിയുടെ ഒരു കട്ടൗട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ദിലീപിന്റെ ക്യാരക്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടർ ആയിരിക്കും ബൈജുവിൻ്റേത്. പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഈ ഒരു സിനിമയിലുള്ള മിക്ക ക്യാരക്ടറും അത്ര നോർമലായിട്ട് തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ തുടക്കം തന്നെ ഫ്രം ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ടീസർ കണ്ടിട്ട്. ഇനി സ്റ്റോറിയിലേക്ക് വരാം. ദിലീപിനൊരു ഫ്ലാഷ് ബാക്ക് എന്തായാലും ഉണ്ട്. ഈ ഒരു സീൻ കാണുമ്പോൾ തോന്നുന്ന അതാണ് ഞാൻ പറഞ്ഞത്, റിവെഞ്ച് സ്റ്റോറി ആകാൻ സാധ്യതയുണ്ടെന്ന്. ചിലപ്പോൾ ആ ഒരു സമയം നടക്കുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട്, അതായത് പൊളിറ്റീഷ്യൻസിന്റെ ഇടപെടലോ എന്തെങ്കിലും കൊണ്ട് ദിലീപിന് ആരെങ്കിലും നഷ്ടമായിട്ടുണ്ടാവും. അതിനുള്ള ഒരു പ്രതികാരം ആയിട്ടായിരിക്കാം പൊളിറ്റീഷ്യൻസിനെയും പോലീസുകാരെ ഇങ്ങനെ ഇട്ട് വട്ട് തട്ടുന്നത്. കാരണം ദിലീപ് ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ്. അത് ആ ഒരു സീൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം പുള്ളി എൻജോയ് ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനൊരു എൻജോയ്മെന്റ് കിട്ടത്തുള്ളൂ. ബട്ട് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവുമ്പോൾ ആയിരിക്കാം പുതിയൊരു ഓഫീസറെ കൊണ്ടുവരുന്നത്. അതാണ് വിനീത് ശ്രീനിവാസൻ. ബട്ട് ഇവിടെ ദിലീപിനേക്കാൾ വലിയ മാഡാകുവാണ് വിനീത് ശ്രീനിവാസൻ. അത് നമുക്ക് ഒരു ടീസറിന്റെ അവസാനമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ദിലീപിന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കേൾക്കുമ്പോൾ ശരിയാവുമായിരിക്കും. ബട്ട് ധ്യാൻ എന്ത് ക്യാരക്ടർ ആണെന്ന് മനസ്സിലാവുന്നില്ല. മേ ബി സ്റ്റോറി ബേസ് ഇങ്ങനെയൊക്കെ തന്നെ ആകാനാണ് ചാൻസ്. സ്ഥിരം പാറ്റേണിലുള്ള, പക്ഷെ മേക്കിങ്ങിലാണ് കാര്യം. പിന്നെ ഗില്ലി റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ഗില്ലി റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. മേ ബി ദിലീപിന്റെ ക്യാരക്ടർ ഒരു വിജയ് ഫാൻ ആകാം, അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ വേറെന്താകാനാ ചാൻസ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Yeah.